ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കമ്പനിയുടെ ഡേറ്റാബേസാണ്. അപ്പോൾ അതിനൊരു ക്വസ്റ്റ്യൻ ആദ്യം വായിക്കാം. ഇതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡയഗ്രമാണ്. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു കമ്പനിയുടെ ഡേറ്റാബേസാണ് നമ്മൾ ചെയ്യുന്നത്, മോഡൽ ചെയ്യുന്നത്. അവിടെ നമ്മൾ കമ്പനിയുടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്, പ്രോജക്ട്സും കൊടുക്കുന്നുണ്ട്. അപ്പം എ കമ്പനീസ് ഡേറ്റാബേസ് കീപ് ട്രാക്ക് ഓഫ് കമ്പനീസ് എംപ്ലോയി, ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് പ്രോജക്ട്സ്. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് ലൈൻ വരയ്ക്കുമ്പോൾ തന്നെ ഈ ഒരു ഫസ്റ്റ് ലൈൻ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരേണ്ട എന്താണ്? ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന എൻറ്റിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടണം. ഓക്കെ, അപ്പം കമ്പനിയിലുള്ള എംപ്ലോയീസ്. സോ എംപ്ലോയി എന്ന് പറഞ്ഞാൽ എന്തായി മാറാം? ഒരു എൻറ്റിറ്റിയായി മാറാം ആണല്ലോ. അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് എന്തായി മാറാം? ഒരു എൻറ്റിറ്റിയായി മാറാം. അതേപോലെ തന്നെ പ്രൊജക്ട്സ്. ഓക്കെ, സോ പ്രൊജക്ട്സും ഒരു വാലിഡ് എൻറ്റിറ്റിയായി മാറാം. അപ്പോൾ നമുക്ക് 3 എൻറ്റിറ്റീസിനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റി. ഓക്കെ, സോ ഇനി എൻറ്റിറ്റിയുടെ കേസിൽ ഓരോന്നും നമ്മൾ പർട്ടിക്കുലർലി നോക്കുവാണെങ്കിൽ എംപ്ലോയിയുടെ കേസിൽ എന്തൊക്കെയാണ് വരുന്നത്? എംപ്ലോയിയുടെ നെയിം വേണം. ഓക്കെ, അപ്പോൾ എംപ്ലോയി നെയിം എന്തായിരിക്കണം? ഒരു ആട്രിബ്യൂട്ടാണ്. ആട്രിബ്യൂട്ടിനെ നമ്മൾ എന്ത് ചെയ്യും? എലിപ്റ്റിക്കൽ ഷേപ്പിൽ കൊടുക്കും. അതേപോലെ തന്നെ എംപ്ലോയിയുടെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, അതിനാണ് SSN എന്ന് വിളിക്കുന്നത്. അതൊരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ, നമ്മുടെ അഡ്മിഷൻ നമ്പർ പോലത്തെ ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് SSN എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എംപ്ലോയിയുടെ അഡ്രസ് ഇൻഫർമേഷൻ കാണിക്കണം, അയാളുടെ സാലറി ഡീറ്റെയിൽസ് കാണിക്കണം, പിന്നെ ജെൻഡർ ഇൻഫർമേഷൻ കാണിക്കണം, ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കണം, അതേപോലെ തന്നെ ഏജും വേണം. ഇതെല്ലാം എന്താണ്? ആട്രിബ്യൂട്ട്സ് ആണ്. എന്തിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്? എംപ്ലോയിയുടെ ആട്രിബ്യൂട്ട്സ് ആണ്. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? എലിപ്റ്റിക്കൽ സ്ട്രക്ചറിൽ വരയ്ക്കണം. അത് നമ്മൾ മനസ്സിലായല്ലോ. ആട്രിബ്യൂട്ട്സ് ഒക്കെ എഴുതി. ഇനി ഞാൻ എംപ്ലോയീസ് അസൈൻ ടു 1 ഡിപ്പാർട്ട്മെൻറ്റ് ബട്ട് മേ വർക്ക് ഇൻ സെവറൽ പ്രോജക്ട്സ് വിച്ച് ആർ നോട്ട് നെസസറിലി കൺട്രോൾഡ് ബൈ ദ സെയിം ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ നമ്മൾ അടുത്ത ആട്രിബ്യൂട്ടിനെ പറ്റി ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? എൻറ്റിറ്റി സെറ്റ് ചെയ്യുക, അതിൻ്റെ ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്യുക. സോ നമ്മുടെ വെയിറ്റിംഗ് ആയിട്ടുള്ള എൻറ്റിറ്റി എന്താണ്? ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, എ പർട്ടിക്കുലർ എംപ്ലോയി മാനേജസ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. അതൊക്കെ അവിടെ കിടന്നോട്ടെ, നമുക്ക് നോക്കാം. നമ്മളിനി അടുത്തത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആട്രിബ്യൂട്ട്സിനെ പിക്ക് ചെയ്യണം. ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ്, അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ എൻറ്റിറ്റിയാണ്, അതിനെന്ത് കാണും? ഒരു യുണീക്ക് നെയിം ഉണ്ടെന്ന് പറഞ്ഞു. ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് യുണീക്ക് നെയിം, അതെന്താണ്? ഡിപ്പാർട്ട്മെൻറ്റ് ആട്രിബ്യൂട്ടാണ്. അതുപോലെ തന്നെ യുണീക്ക് നമ്പർ ഉണ്ടെന്ന് പറഞ്ഞു, അതും എന്താണ്? ഒരു ആട്രിബ്യൂട്ടാണ്. ആൻഡ് സെവറൽ ലൊക്കേഷൻസ്, അതിന് ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് ഒരുമിച്ച് എഴുതാൻ പറ്റാത്തതുകൊണ്ടാണ് സെവറൽ ലൊക്കേഷൻസും എന്താണ്? ആട്രിബ്യൂട്ടാണ്. ഇനി സെവറൽ ലൊക്കേഷൻസ് എന്ന് പറയുമ്പോഴേക്കും ലൊക്കേഷന് തന്നെ ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഉണ്ട്. അപ്പം ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഉള്ള ഒരു ആട്രിബ്യൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടിനെ നമ്മൾ ഷോക്കേസ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡബിൾ എലിപ്റ്റിക്കൽ സ്ട്രക്ചറിൽ. അപ്പോൾ ലൊക്കേഷൻസ് എന്നൊരു ആട്രിബ്യൂട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ആട്രിബ്യൂട്ട് എങ്ങനെ കൊടുക്കണം? 2, അതായത് ഡബിൾ എലിപ്സിൽ കൊടുക്കണം. ഇതേപോലെ ഇവിടെ വ്യത്യാസമുള്ള ഒരാളും കൂടെ ഉണ്ടല്ലോ. നമ്മുടെ എംപ്ലോയിയുടെ കേസിലാണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിൽ നിന്ന് നമുക്ക് എന്തിനെ ഡിറൈവ് ചെയ്യാം? ഏജ് ഡിറൈവ് ചെയ്യാം. അപ്പോൾ ഏജ് ഒരു ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നോർമൽ എലിപ്റ്റിക്കൽ സ്ട്രക്ചർ അല്ല നമ്മൾ ഏജിൽ കൊടുക്കുക. എങ്ങനെ നമ്മൾ കൊടുക്കുക? ഏജ് ഒരു ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏജിനെ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ഡോട്ടഡ് എലിപ്റ്റിക്കൽ സ്ട്രക്ചറിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏജ് കിട്ടും അല്ലേ? ഇതെല്ലാം നമ്മൾ വരയ്ക്കുന്നുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ആൻസർ പിക്ക് ചെയ്യുന്നതെന്നായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എന്തൊക്കെയായി? എംപ്ലോയി ഡീറ്റെയിൽസ് കിട്ടി, ഡിപ്പാർട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് കിട്ടി. ഇനി നമുക്ക് വേണ്ട എന്താണ്? പ്രോജക്റ്റ്. ഇനി പ്രോജക്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സെഷൻ എവിടെയാണെന്ന് നോക്കിക്കേ. ദ ഡിപ്പാർട്ട്മെൻറ്റ് കൺട്രോൾസ് നമ്പർ ഓഫ് പ്രോജക്ട്സ് ഈച്ച് ഓഫ് വിച്ച് ഹാസ് എ. ഓക്കെ, അടുത്ത് പറയുന്നതാണ് പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഒരു യുണീക്ക് നെയിം ഉണ്ടെന്ന് പറഞ്ഞു, യുണീക്ക് നമ്പർ ഉണ്ടെന്ന് പറഞ്ഞു, ആൻഡ് എ സിംഗിൾ ലൊക്കേഷൻ. സിംഗിൾ ലൊക്കേഷൻ എന്ന് പറയുമ്പോഴും ഇതൊരു സിംഗിൾ ആട്രിബ്യൂട്ടാണ്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ കൊടുത്തു. അപ്പോൾ 3 എൻറ്റിറ്റീസും അതിൻ്റെ ആട്രിബ്യൂട്ട്സും സെറ്റായി. ഇനി നമുക്ക് താഴോട്ട് വായിക്കാം. വി വോണ്ട് ടു കീപ് ട്രാക്ക് ഓഫ് ദ ഡിപ്പെൻഡൻസ് ഓഫ് ഈച്ച് എംപ്ലോയി. ഓരോ എംപ്ലോയിയുടെയും ഡിപ്പെൻഡൻസിനെ പറ്റി ഇൻഫർമേഷൻസ് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എൻറ്റിറ്റിയായി മാറി ആണല്ലോ. ഇനി എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഷുറൻസ് പേർപ്പസിന് വേണ്ടിയിട്ടാണ്. അവിടെ നമ്മൾ ഡിപ്പെൻഡൻസിന് എന്തൊക്കെ ഇൻഫർമേഷനാണ് എടുക്കുക? ഫസ്റ്റ് നെയിം എടുക്കുന്നുണ്ട്. അന്നേരം എന്തായിരിക്കും? ഡിപ്പെൻഡൻ്റ് ഒരു എൻറ്റിറ്റി ആണെങ്കിൽ അതിൻ്റെ ആട്രിബ്യൂട്ടാണ് അതിൻ്റെ ഫസ്റ്റ് നെയിം. അതേപോലെ തന്നെ ഡിപ്പെൻഡൻറ്റിൻ്റെ ജെൻഡർ ഇൻഫർമേഷൻ, അവരുടെ ബർത്ത് ഡേറ്റ് കൊടുക്കാം. അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് ടു എംപ്ലോയി. ഓക്കെ, അവർ എങ്ങനെയാണ് നമ്മുടെ എംപ്ലോയിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും? അതിൻ്റെ ആട്രിബ്യൂട്ടായിട്ട് വരും. ഏതിൻ്റെ ആട്രിബ്യൂട്ടാണ്? ഡിപ്പെൻഡൻറ്റിൻ്റെ ആട്രിബ്യൂട്ടായിട്ട് വരും. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഈ ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുവാണെങ്കിൽ ഓക്കെ, ഇത്രയായി. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ലല്ലോ. ബാക്കി പറഞ്ഞിട്ട് എഴുതുമ്പോഴേക്കും പറയാവേ. അപ്പോൾ നമുക്കിതിനെ എല്ലാം ജസ്റ്റ് ഒന്ന് പിക്ചറിലി റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണ്? എംപ്ലോയി, ഡിപ്പാർട്ട്മെൻറ്റ്, പ്രോജക്റ്റ് എന്നൊക്കെയുള്ള നമ്മുടെ ബേസിക് ആയിട്ടുള്ള എൻറ്റിറ്റീസിനെ വരയ്ക്കാൻ പോവാം. ഓക്കെ, സോ എംപ്ലോയി എന്നൊരു എൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ ആ എൻറ്റിറ്റി ഞാൻ എന്ത് ചെയ്തു? സ്ക്വയർ ഷേപ്പിൽ വരച്ചു. അതേപോലെ നമുക്ക് എന്താ ഉള്ളത്? ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, സോ ഡിപ്പാർട്ട്മെൻറ്റ്
ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊരു എൻറ്റിറ്റി ഉണ്ട്, ആ എൻറ്റിറ്റിയെ ഞാൻ വരച്ചു. പിന്നെന്താ ഉള്ളത് നമുക്ക് പ്രൊജക്റ്റ്. ഓക്കെ, സോ അടുത്ത എന്താണ് പ്രൊജക്റ്റ്. സോ പ്രൊജക്റ്റ് എന്നൊരു എൻറ്റിറ്റി ഉണ്ട്. സോ ഞാൻ എന്ത് ചെയ്തു, പ്രൊജക്റ്റ് എന്നൊരു എൻറ്റിറ്റിയെ വരച്ചു. ഓക്കെ, അപ്പോൾ 3 എൻറ്റിറ്റിയായി. പിന്നെ നമുക്ക് എന്താ ഉള്ളത്, വേറൊരു എൻറ്റിറ്റി ഉണ്ട്, അതിൻ്റെ പേരെന്താണ് ഡിപ്പെൻഡൻറ്റ് അല്ലേ. സോ ഡിപ്പെൻഡൻറ്റ് എന്നൊരു എൻറ്റിറ്റി ഉണ്ട്, ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ അതിനെ ഞാൻ എന്ത് ചെയ്തു, വരച്ചു. കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇതെല്ലാം ക്യാപിറ്റൽ കേസ് കൊടുക്കുന്നതായിരിക്കും നല്ലത്, ഡിപ്പെൻഡൻറ്റ് പ്രൊജക്റ്റൊക്കെ. ഓക്കെ, അപ്പം വേണേൽ അതൊന്ന് ഓവർ റൈറ്റ് ചെയ്ത് കാണിക്കാം. ഡിപ്പെൻഡൻറ്റ് അല്ലേ. സോ ഡിപ്പെൻഡൻറ്റ് എൻറ്റിറ്റീസ് എല്ലാം അങ്ങനെ തന്നെ ബോൾഡായിട്ട് ഇരുന്നോട്ടെ. ഓക്കെ, എന്നിട്ട് നമുക്കിനി എന്ത് ചെയ്യണം, ഇവിടെ ആട്രിബ്യൂട്ട് എല്ലാം പറക്കി കൊടുക്കാം. അപ്പോൾ എംപ്ലോയിയുടെ ആട്രിബ്യൂട്ട് എന്താണ്, എംപ്ലോയി നെയിം ഉണ്ട്. സോ ഞാനിത് ഷോർട്ടാക്കി എഴുതാം. എംപ്ലോയിക്ക് എംപ്ലോയി നെയിം ഉണ്ട്, എംപ്ലോയി നെയിം ഉണ്ട്. ഓക്കെ, പിന്നെന്താ ഉള്ളത്, എംപ്ലോയി നെയിം ഉണ്ട്, SSN നമ്പറുണ്ട്, അഡ്രസ്സ് ഉണ്ട്, സാലറി ഉണ്ട്. SSN നമ്പറുണ്ട്, SSN നമ്പർ, അഡ്രസ്സ് ഉണ്ട്, സാലറി ഉണ്ട്. അഡ്രസ്സ് കൊടുത്തു. പിന്നെന്താണ്, സാലറി ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ സാലറി കൊടുത്തു, സാലറി. പിന്നെന്താ ഉള്ളത്, ജെൻഡർ ഉണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ഏജ് ഉണ്ട്. പിന്നെന്താ ഉള്ളത്, ജെൻഡർ ഉണ്ട്, ജെൻഡർ ഉണ്ട്, ജെൻഡർ എഴുതി. എല്ലാ ആട്രിബ്യൂട്ട്സാണ്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒരുമിച്ച് എഴുതണേ, ഞാനിത് ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം ഇങ്ങനെ എഴുതുവാണ്. ഡേറ്റ് ഓഫ് ബർത്തിൽ നിന്ന് നമുക്ക് എന്തെടുക്കാൻ പറ്റും, ഏജിന് ഡിറൈവ് ചെയ്യാൻ പറ്റും. സോ ഏജ് ഈസ് വാട്ട് കൈൻഡ് ഓഫ് റിലേഷൻ മീൻസ് ആട്രിബ്യൂട്ട്, ഏജ് ഈസ് എ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ ഡോട്ടഡ് ലൈനിൽ കാണിച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ എംപ്ലോയിയുടെ കേസ് എല്ലാം കഴിഞ്ഞു. അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താണ്, ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോകും. ഓക്കെ, സോ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്ന സമയത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഫർമേഷൻ എന്താണ്, ഓക്കെ, ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് എ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു നെയിം ഉണ്ട്, യുണീക്ക് നമ്പർ ഉണ്ട്, സെവറൽ ലൊക്കേഷൻസ് ഉണ്ട് അല്ലേ. സോ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് എ നെയിം, അപ്പോൾ അതൊരു ആട്രിബ്യൂട്ടാണ്. ഡിപ്പാർട്ട്മെൻറ്റ് നെയിം കൊടുത്തു. പിന്നെന്താണ്, യുണീക്ക് നമ്പർ ഉണ്ടെന്ന് പറഞ്ഞു. സോ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ ഉണ്ട്. പിന്നെന്താ വേണ്ടത്, സെവറൽ ലൊക്കേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ലൊക്കേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിപ്പാർട്ട്മെൻറ്റ് ലൊക്കേഷൻസ്, DEPT ലൊക്കേഷൻസ്. ആ ലൊക്കേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒറ്റ ലൊക്കേഷനല്ല, ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. സോ ഇറ്റ്സ് എ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ഒരു എലിപ്സിനകത്ത് വേറൊരു എലിപ്സ് വരച്ചു വെച്ചു. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേസ് എല്ലാം കംപ്ലീറ്റ് ആയി. നമ്മൾ ആട്രിബ്യൂട്ട്സിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് കീ ആട്രിബ്യൂട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളതിനെ അങ്ങ് ചൂസ് ചെയ്യണേ. ഇപ്പം ഒരു എംപ്ലോയിയുടെ നെയിം വെച്ചിട്ട് ഒരിക്കലും ഒരു എംപ്ലോയിയെ നമുക്ക് യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അയാളുടെ നമ്മുടെ അഡ്മിഷൻ നമ്പർ പോലത്തെ ഒരു യൂണീക്ക് ഐഡൻറ്റിഫിക്കേഷനാണ് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ. അപ്പോൾ അത് കൊടുത്തു അയാളുടെ കീ ആട്രിബ്യൂട്ടായിട്ട് സെറ്റ് ചെയ്തു. അതല്ല ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് കാണും, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം മാത്രം വെച്ചിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് യൂണീക്കാന്ന് പറയാൻ പറ്റത്തില്ല. ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ. പക്ഷേ നമ്മുടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് യുണീക്ക് നെയിമെന്നും യുണീക്ക് നമ്പറെന്നും. അപ്പോൾ ഇവർ രണ്ടുപേരും യുണീക്കാണ്. അതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് നെയിമും ഡിപ്പാർട്ട്മെൻറ്റ് നമ്പറും എന്താവും, കീ ആട്രിബ്യൂട്ട്സ് ആവും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ യുണീക്ക് എന്നൊരു ടേം വന്നതുകൊണ്ടാണ് എന്താവുന്നത്, ഇതൊരു കീ ആട്രിബ്യൂട്ട് ആവുന്നത്. ഓക്കെ, അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പേരേ ഉള്ളൂ. ആ പേരുകൾ നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി നമുക്ക് ഫുൾ ഇൻഫർമേഷനും അല്ലെങ്കിൽ ഒരു റോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്കൊരു കീ ആട്രിബ്യൂട്ടായിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ആണല്ലോ. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് ലൊക്കേഷൻസ് മാത്രം മാറുന്നുണ്ട്, അത് എഴുതി. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത നമ്മുടെ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ നെക്സ്റ്റ് എൻറ്റിറ്റിയാണ് പ്രൊജക്റ്റ്. ഓക്കെ, സോ പ്രൊജക്റ്റിന് നെയിമുണ്ട്, നമ്പറുണ്ട്, പിന്നെ ലൊക്കേഷനുണ്ട് അല്ലേ. സോ പ്രൊജക്റ്റിന് എന്തുണ്ട്, നെയിമുണ്ട്, പ്രൊജക്റ്റ് ഹാസ് എ നെയിം. ഓക്കെ, പിന്നെന്താ ഉള്ളത്, നമ്പറുണ്ട്, ദെൻ ലൊക്കേഷൻ, പ്രൊജക്റ്റ് നമ്പറുണ്ട്, പിന്നെ ലൊക്കേഷൻ. സിംഗിൾ ലൊക്കേഷനേ തന്നിട്ടുള്ളൂ. സോ ഞാൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞ് മാത്രം എഴുതി. പ്രൊജക്റ്റ് നമ്പർ കണ്ട്, അപ്പം each is a single location. Okay, has a unique name, unique number and a single location. So പ്രൊജക്റ്റിൻ്റെ കേസിൽ പ്രൊജക്റ്റിൻ്റെ നെയിം യുണീക്കാണ്, പ്രൊജക്റ്റിൻ്റെ നമ്പർ എന്താണ്, യുണീക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊജക്റ്റിൻ്റെ നെയിമും പ്രൊജക്റ്റിൻ്റെ നമ്പർ നമുക്ക് എന്താക്കാം, കീ ആട്രിബ്യൂട്ടാക്കി കൊടുക്കാം. ലൊക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ആട്രിബ്യൂട്ടാണ്, അത് അങ്ങനെ തന്നെ കൊടുത്തു. ഓക്കെ, ഇനി ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻറ്റിറ്റി എടുക്കുകയാണെങ്കിൽ അതിനെന്തുണ്ട്, ഫസ്റ്റ് നെയിം ഉണ്ട്, ജെൻഡർ ഉണ്ട്, ബർത്ത് ഡേറ്റ് ഉണ്ട്, റിലേഷൻഷിപ്പ് ടു എംപ്ലോയി ഉണ്ട്. അപ്പോൾ അത് ഫുൾ നമുക്ക് എഴുതി വയ്ക്കാം. എന്തൊക്കെയുള്ളത്, ഫസ്റ്റ് നെയിം ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് നെയിം നിങ്ങൾ ഫുള്ളായിട്ട് എഴുതണേ, ഞാനത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത് കൊണ്ടിട്ടാണ്. പിന്നെന്താണ്, ജെൻഡർ, ഫസ്റ്റ് ജെൻഡർ ഉണ്ട്, ജെൻഡർ ഇൻഫർമേഷൻ ഉണ്ട്. അടുത്ത എന്താണ്, ബർത്ത് ഡേറ്റ് ഉണ്ട്, ബർത്ത് ഡേറ്റ് കൊടുക്കുക. അടുത്ത ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, റിലേഷൻഷിപ്പ് ടു എംപ്ലോയി. ഓക്കെ, സോ റിലേഷൻഷിപ്പ് ടു എംപ്ലോയി.
ഇതെല്ലാം അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഡിപ്പെൻഡൻറ്റിൻ്റെ കേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ഫസ്റ്റ് നെയിം കൊണ്ട് നമുക്കൊരു ഡിപ്പെൻഡൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതായത് ഒരാളുടെ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യുണീക്ക് എന്നുള്ളൊരു ടേമേ യൂസ് ചെയ്യുന്നില്ല. അപ്പം നെയിമിനൊരിക്കലും നെയിം ഡ്യൂപ്ലിക്കേറ്റ്സ് വരാം, നമുക്കറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ അതിന് നമുക്കൊരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ ആട്രിബ്യൂട്ടായിട്ട് അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ ജെൻഡർ, അവർ ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്ന് വെച്ചിട്ട് നമുക്കൊരു പർട്ടിക്കുലർ ഒരു ഡിപ്പെൻഡൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരാളുടെ ബർത്ത് ഡേറ്റും ഉണ്ട്, നമുക്കതൊരു യുണീക്ക് വാല്യൂ ആയിരിക്കത്തില്ല, നമുക്കത് ഒബ്വിയസ് ആണ്. പിന്നെ എംപ്ലോയി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, സേ അവർ പേരൻ്റ് ആകാം, സിബ്ലിംഗ് ആകാം, ഈവൻ ഹസ്ബൻഡോ വൈഫോ ഒക്കെ ആകാം, അത് നമുക്കറിയത്തില്ല. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നമുക്ക് ഒരു ഡിപ്പെൻഡൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് എന്ത് മനസ്സിലായി? ഈ ഡിപ്പെൻഡൻ്റ് കേസിൽ നമുക്കൊരു പ്രൈമറി കീയോ അല്ലെങ്കിൽ ഒരു കീ ആട്രിബ്യൂട്ടിനെ കൊടുക്കാൻ ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ വീക്ക് എൻറ്റിറ്റി. ഇതെന്താണ്? ഡിപ്പെൻഡൻ്റ് ഒരു വീക്ക് എൻറ്റിറ്റിയാണ്. കാര്യം ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ആട്രിബ്യൂട്ട്സ് ഒന്നും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു ഡിപ്പെൻഡൻ്റെ ഫുൾ ഓൺ ഇൻഫർമേഷൻ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീക്ക് എൻറ്റിറ്റിയാണ്. വീക്ക് എൻറ്റിറ്റിയെ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു നോർമലി ഉള്ള എൻറ്റിറ്റിയെ നമ്മൾ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ ബോക്സിൽ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ വീക്ക് എൻറ്റിറ്റിയെ കാണിക്കുന്നത് എങ്ങനെയാണ്? ഡബിൾ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഡബിൾ സ്ക്വയർ ഷേപ്പിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു വീക്ക് എൻറ്റിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ചുമ്മാ എൻറ്റിറ്റീസ് അവിടെ ഇവിടെ ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് കിടന്നിട്ട് കാര്യമില്ല. വി വോണ്ട് ടു കളക്ട് ഓൾ ദീസ് എൻറ്റിറ്റീസ് ത്രൂ സം റിലേഷൻ അല്ലേ. അപ്പോൾ റിലേഷൻഷിപ്പ് എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ലൈനിൽ കമ്പനിക്കകത്തുള്ള ഡേറ്റ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന എൻറ്റിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ദെൻ വി സ്റ്റോർ എംപ്ലോയി നെയിം SSN എംപ്ലോയി ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് സെക്കൻഡ് ലൈനിൽ പറഞ്ഞു. ഇനി അടുത്ത് നോക്കിക്കേ, അൻ എംപ്ലോയി ഈസ് അസൈൻഡ് ടു വൺ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു എംപ്ലോയി എന്ത് ചെയ്യുവാണ്? അസൈൻ ചെയ്തേക്കുവാണ് എങ്ങോട്ടേക്ക്? ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. സോ അസൈൻ ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. ഈ എംപ്ലോയിക്കും ഈ ഡിപ്പാർട്ട്മെൻറ്റും ഇടയിലുള്ള റിലേഷൻഷിപ്പാണ് ഇതെന്ന് പറയുന്നത് അസൈൻമെൻറ്റ് അല്ലെങ്കിൽ അസൈൻ ചെയ്യുക. ഓക്കെ, സോ എംപ്ലോയി ഈസ് വാട്ട്? അസൈൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? റിലേഷൻഷിപ്പിനെ നമ്മൾ ഇങ്ങനെയുള്ള റോംബസ് ഷേപ്പിലാണ് കൊടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ അസൈൻ എന്നുള്ള റിലേഷൻഷിപ്പ് എഴുതി. ഓക്കെ, സോ എംപ്ലോയി ഈസ് അസൈൻഡ് ടു ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നോക്കിക്കേ, ഇനി ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 1 to 1 ആണോ, 1 to many ആണോ, many to 1 ആണോ, many to many ആണോ എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, സോ അവിടെ നമുക്കപ്പോൾ വായിച്ച് നോക്കാം. നോക്കിക്കേ, ആൻ എംപ്ലോയി ഈസ് അസൈൻ ടു വൺ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ആൻ എംപ്ലോയി, ഒരു എംപ്ലോയി ഈസ് അസൈൻ ടു വൺ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഒരു എംപ്ലോയി എന്താണ്? ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസൈൻ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരൊറ്റ എംപ്ലോയിയെ കാണത്തുള്ളൂ. ദർ വിൽ ബി മൾട്ടിപ്പിൾ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ദ സെയിം ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമ്മൾ കണക്ഷൻ എങ്ങനെ കൊടുത്തു? M to1 കൊടുത്തു. കുഴപ്പമില്ലല്ലോ. എംപ്ലോയി എന്താണ്? എംപ്ലോയി വർക്ക്സ് ഇൻ എ സിംഗിൾ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഈച്ച് എംപ്ലോയി വർക്ക്സ് ഇൻ എ സിംഗിൾ ഡിപ്പാർട്ട്മെൻറ്റ് വെയറാസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് മെനി എംപ്ലോയീസ്. ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് അസൈൻഡ് വിത്ത് മെനി എംപ്ലോയീസ്. കുഴപ്പമില്ലല്ലോ. M to1 എന്നുള്ള റിലേഷൻഷിപ്പ് നമ്മളവിടെ ഫോമുലേറ്റ് ചെയ്തു. ഇനി എടുത്ത് നോക്കിക്കേ, ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് കൺട്രോൾസ് നമ്പർ ഓഫ് പ്രോജക്ട്സ്. അപ്പം ഡിപ്പാർട്ട്മെൻറ്റും പ്രോജക്ട്സും തമ്മിലുള്ള ബന്ധം എന്താണ്? കൺട്രോൾ. ഇവിടുത്തെ റിലേഷൻഷിപ്പ് എന്താണ്? കൺട്രോൾ. എന്താണ്? ദ ഡിപ്പാർട്ട്മെൻറ്റ് കൺട്രോൾസ് നമ്പർ ഓഫ് പ്രോജക്ട്സ്. അപ്പോൾ നമ്മൾ എടുക്കാം, ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കാം. ഡിപ്പാർട്ട്മെൻറ്റിനെയും പ്രോജക്റ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്താണ്? കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾസ് എന്നുള്ളൊരു റിലേഷനാണ്. എന്താണ്? ഡിപ്പാർട്ട്മെൻറ്റ് കൺട്രോൾസ് പ്രോജക്ട്സ് ആണല്ലോ. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റും പ്രോജക്ട്സും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഇത് ശരിക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ വേണേൽ കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നോക്കി, ഇനി ഇവിടുത്തെ കണ്ടീഷൻ വല്ലതും ഉണ്ടെന്ന് നോക്കാം. ദ ഡിപ്പാർട്ട്മെൻറ്റ് കൺട്രോൾസ് നമ്പർ ഓഫ് പ്രോജക്ട്സ്. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കുറേ നമ്പർ ഓഫ് പ്രോജക്ട്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾ ചെയ്യുന്നുണ്ട് ആണല്ലോ. അപ്പം ഈ ഒരു പ്രൊജക്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ ആ പ്രൊജക്റ്റ് പർട്ടിക്കുലർലി ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയിരിക്കുമല്ലോ അല്ലേ. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൊജക്റ്റ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയിരിക്കും. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് എന്ത് കാണും? കുറേ നമ്പർ ഓഫ് പ്രോജക്ട്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി? ഇങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് എങ്ങനെയാണ്? ഡിപ്പാർട്ട്മെൻറ്റ് കൺട്രോൾസ് മെനി പ്രോജക്ട്സ്, ദെൻ പ്രൊജക്റ്റ് ഈസ് ഹാൻഡിൽഡ് ബൈ സിംഗിൾ ഡിപ്പാർട്ട്മെൻറ്റ്. കുഴപ്പമില്ലല്ലോ. അതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അസൈൻ ചെയ്തേക്കുന്നത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് പ്രൊജക്ട്സ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രൊജക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റിനകത്തുനിന്ന് ഇൻ്റർപ്രിറ്റ് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സെഷൻ വരെ നമ്മൾ സേഫായിട്ട് വന്നു. Then each of which has a unique അതൊക്കെ എടുത്തു. We want to keep track of the dependence of each employee. Okay, then ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തു. നമുക്കിത് ഇതുവരെയുള്ളത് നമുക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എൻ്റർ ചെയ്തു നോക്കാം. അപ്പം ഡേറ്റാബേസിനകത്തുള്ള എൻറ്റിറ്റീസ് എംപ്ലോയിയും ഡിപ്പാർട്ട്മെൻറ്റും പ്രൊജക്റ്റും ആയിരുന്നു. എംപ്ലോയി നെയിമും സോഷ്യൽ സെക്യൂരിറ്റി നമ്പറും ആട്രിബ്യൂട്ട്സ് എല്ലാം സെറ്റ് ചെയ്തു. എംപ്ലോയീസ് അസൈൻഡ് ടു വൺ ഡിപ്പാർട്ട്മെൻറ്റ് ബട്ട് മേ വർക്ക്സ് ഇൻ സെവറൽ പ്രോജക്ട്സ് വിച്ച് ആർ നോട്ട് നെസസറിലി കൺട്രോൾഡ് ബൈ ദ സെയിം ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ,
ദെൻ എ പർട്ടിക്കുലർ എംപ്ലോയി മാനേജസ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നോക്കിക്കേ, ഒരു പർട്ടിക്കുലർ എംപ്ലോയി മാനേജസ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം ഈ എംപ്ലോയിയും ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ വീണ്ടും ഒരു കണക്ഷൻ എന്ത് വഴിയായിട്ടാണ്? മാനേജേഴ്സ് ആണ് ഇവിടുത്തെ റിലേഷൻ. സോ എ പർട്ടിക്കുലർ എംപ്ലോയി മാനേജസ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ എംപ്ലോയി എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പാർട്ട്മെൻറ്റിനെ മാനേജ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എംപ്ലോയിയെയും ഡിപ്പാർട്ട്മെൻറ്റിനെയും തമ്മിൽ നമുക്ക് വേറൊരു റിലേഷൻ വഴി കണക്ട് ചെയ്യാം. എന്താണ്? മാനേജേഴ്സ്. ആരാണ് മാനേജ് ചെയ്യുന്നത്? എ പർട്ടിക്കുലർ എംപ്ലോയി മാനേജസ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ എംപ്ലോയി മാനേജസ് എ സിംഗിൾ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് എംപ്ലോയി മാനേജ് ചെയ്യുന്നത് ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിനെ മാനേജ് ചെയ്യുന്നത് എന്താണ്? ഒരു സിംഗിൾ എംപ്ലോയി എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി ഉണ്ട്, അവിടെ ഒരു മാനേജറുണ്ട് ഫോർ ദ ഡിപ്പാർട്ട്മെൻറ്റ്. ആ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജ് ചെയ്യുന്നത് ഒരു സിംഗിൾ എംപ്ലോയി ആയിരിക്കും, ഹു ഈസ് കോൾഡ് ആസ് ദ മാനേജർ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ത് കാണും? ഡിപ്പാർട്ട്മെൻറ്റ് മാനേജ് ചെയ്യുന്നത് HOD ആണ്. അപ്പോൾ ഒരു HOD എടുത്ത് നോക്കുവാണെങ്കിൽ ആ HOD ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലെ മെമ്പർ ആയിരിക്കണ്ടേ? അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ ആയിരിക്കത്തില്ല പർട്ടിക്കുലർ HOD മാനേജ് ചെയ്യുന്നത്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് നിൽക്കുന്നത് ഒരു 1-to-1 റിലേഷൻഷിപ്പാണ്. ഓക്കെ, ഇവിടുത്തെ റിലേഷൻഷിപ്പ് എന്താണ്? ഒരു 1-to-1 റിലേഷൻഷിപ്പാണ് മാനേജേഴ്സ് വഴി ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. ആരൊക്കെ തമ്മിൽ? എംപ്ലോയിയും ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ. ഓക്കെ, റോംബ ഷേപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാനേജേഴ്സ്. ഓക്കെ, ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നോക്കാം. Department but may work in several projects which are not necessarily controlled by the same department. A particular employee manages the department. Each department has a, അതുവരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു വന്നു. Each department has a unique name, unique number, several locations. Then the department controls number of projects which has a unique name, unique number. അപ്പം ഡിപ്പാർട്ട്മെൻറ്റും പ്രൊജക്റ്റും തമ്മിലുള്ള ഫീൽഡ് നമ്മൾ കൊടുത്തു. Then we want to keep track of the dependence of each employee. അപ്പോൾ മീൻസ് എംപ്ലോയിയുടെ ഡിപ്പെൻഡൻസി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിപ്പെൻഡൻ്റ് എന്നൊരു റിലേഷൻഷിപ്പ് കൊടുത്തേക്കുന്നത് ആണല്ലോ. അപ്പം എംപ്ലോയിയിൽ നിന്ന് എന്ത് കാണും? ഡിപ്പെൻഡ് ഓൺ അല്ലെങ്കിൽ ഡിപ്പെൻസ് ഓൺ. ഇപ്പം നമ്മൾ ഈ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് കാണിക്കാൻ വേണ്ടി ഡിപ്പെൻഡൻ്റ് ഓൺ. ഓക്കെ, ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, അപ്പോൾ എംപ്ലോയിക്ക് ഡിപ്പെൻഡൻസിയും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്ന റിലേഷൻഷിപ്പ് എന്താണ്? ഈസ് എ ഡിപ്പെൻഡൻറ്റ്. അപ്പം എംപ്ലോയിക്കകത്ത് ഡിപ്പെൻഡൻറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും, ഈ കണക്ഷനിലോട്ട് വരും. ഓക്കെ, അപ്പം ഇവർ തമ്മിൽ, അതായത് ഇതൊരു സ്ട്രോങ് എൻറ്റിറ്റിയും ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വീക്ക് എൻറ്റിറ്റിയാണ്. അവരെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഒരു വീക്ക് എൻറ്റിറ്റിയെ സ്ട്രോങ് എൻറ്റിറ്റിയായിട്ട് കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പിന് വിളിക്കുന്ന പേരെന്താണ്? ഐഡൻറ്റിഫൈങ് റിലേഷൻഷിപ്പ്. അപ്പോൾ വീക്ക് എൻറ്റിറ്റി വരുവാണെങ്കിൽ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റിലേഷൻഷിപ്പിനകത്ത് എന്ത് വേണം? നമ്മൾ സ്ട്രോങ് എൻറ്റിറ്റിയായിട്ട് കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പിൽ നമ്മൾ എന്ത് കൊടുക്കണം? എന്ത് കൊടുക്കണം? ഷേപ്പ് കൊടുക്കണം, റോംബ ഷേപ്പ് കൊടുക്കണം ആണല്ലോ. ഇതൊരു സ്ട്രോങ് എൻറ്റിറ്റിയാണ്. ഈ ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വീക്ക് എൻറ്റിറ്റിയാണ്. സോ ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ഓൺ അല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിലേഷൻഷിപ്പാണ്. ഇനി നോക്കിക്കേ, ഈ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള എല്ലാവരും എന്തായിരിക്കും? ഈ ഒരു എല്ലാ ഡിപ്പെൻഡൻസിനും എന്ത് കാണും? കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എംപ്ലോയി കാണും. അതായത് എംപ്ലോയിയുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമല്ലേ ഇവിടെ വരുള്ളൂ? ഈ ഡിപ്പെൻഡൻസിൻ്റെ ലിസ്റ്റിൽ വരുള്ളൂ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടുത്തെ റിലേഷൻഷിപ്പ് എന്തൊരു പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടോട്ടൽ പാർട്ടിസിപ്പേഷൻ കൊടുക്കാം. ഇവിടുത്തെ പാർട്ടിസിപ്പേഷൻ ഡബിൾ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ പാർട്ടിസിപ്പേഷൻ അല്ലേ. അതായത് ഇപ്പം നമുക്കിപ്പോൾ ഒരു ഞാനിപ്പം ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും എന്ത് കിട്ടും? ഇപ്പോൾ ഒരു മെഡിക്ലെയിം കിട്ടുമെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ആ മെഡിക്ലെയിം കിട്ടുന്നവരെല്ലാവരും എന്തായിരിക്കും? മെഡിക്ലെയിം കിട്ടുന്നിട്ടുള്ള എല്ലാവരും എന്തായിരിക്കും? എൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പം ഡിപ്പെൻഡൻ്റ് അല്ലാത്ത ഒരാൾക്കും ഈ ഒരു എംപ്ലോയി ആയിട്ട് കണക്ഷൻ കാണില്ലല്ലോ, ഉറപ്പല്ലേ? പക്ഷേ എല്ലാ എംപ്ലോയീസിനും ഡിപ്പെൻഡൻസ് വരണം എന്നുണ്ടോ? ഒരാൾ സിംഗിളായിട്ട് ജീവിക്കുക, അപ്പോൾ അയാൾക്ക് ശരിക്കും ആര് കാണില്ല? അയാളെ കണക്ട് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്തേക്കുന്ന വേറെ ആൾക്കാർ കാണണമെന്നില്ല. അപ്പം നമുക്ക് എന്ത് പറയാം? ഈ ഒരു പാർട്ടിസിപ്പേഷൻ ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഡിപ്പെൻഡൻസിനും എംപ്ലോയിയുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരിക്കും. അതായത് ഏതെങ്കിലും എംപ്ലോയീസിൻ്റെ ഡിപ്പെൻഡൻസസ് ആയിരിക്കും എവിടെ വരുന്നത്? ഈ ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫീൽഡിൽ വരിക, ഈ ഒരു എൻറ്റിറ്റി സെറ്റിൽ വരിക. ഇനി എല്ലാ എംപ്ലോയീസിനും ഉറപ്പായിട്ടും ഡിപ്പെൻഡൻ്റ് ഉണ്ടാവണം നമുക്കൊരിക്കലും നിർബന്ധിക്കാൻ പറ്റത്തില്ല. സോ ഇവിടുത്തെ പാർട്ടിസിപ്പേഷൻ എന്താണെന്ന് പറയാം? പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ ആണെന്ന് പറയാം. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ മാക്സിമം നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്നത് അതെല്ലാം നമ്മുടെ ഈ ഒരു ഡയഗ്രത്തിനകത്ത് നമ്മൾ ഇൻവോൾവ് ചെയ്തിരിക്കണം. ഓക്കെ, സോ അപ്പം എംപ്ലോയിയും ഡിപ്പെൻഡൻറ്റും.
അതുപോലെ കണക്ഷൻ നോക്കിക്കേ, ഒരു എംപ്ലോയിക്ക് എന്ത് കാണും, ഒരു എംപ്ലോയിക്ക് അതായത് ഒരു എംപ്ലോയിക്ക് എത്ര ഡിപ്പെൻഡൻസ് വേണമെങ്കിലും വരാം. സോ എൻ്റെ ഫാമിലിയിൽ ഇപ്പോൾ 10 പേരുണ്ടെങ്കിൽ ആ 10 പേരും ആ ഡിപ്പെൻഡൻസ് ലിസ്റ്റിൽ വരും. അതേസമയം ഈ ഡിപ്പെൻഡൻസ് എല്ലാവരും ഈ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഈ ആൾക്കാർ ഒരു പർട്ടിക്കുലർ എംപ്ലോയിക്കായിരിക്കും ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് എന്ത് കാണുന്നത് ഡിപ്പെൻഡൻസ് ഉണ്ടാകുന്നത് അല്ലേ. ഇപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലിയിൽ ഒരു 3 പേരുണ്ട്, അവർ ഡിപ്പെൻഡൻസ് ആണ്. അങ്ങനെയാണ് ഞാൻ എന്ത് കൊടുത്തു, എനിക്ക് 3 ഡിപ്പെൻഡൻസ് ഉണ്ട്. മനസ്സിലായോ? ഇനി ആ 3 ഡിപ്പെൻഡൻസും റെഫർ ചെയ്യുന്നത് ഒരേ ഒരാൾക്കായിരിക്കും. അതായത് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരാൾ മൾട്ടിപ്പിൾ എംപ്ലോയീസിൻ്റെ പാർട്ടാവാൻ പറ്റത്തില്ലല്ലോ, ഫാമിലിയുടെ പാർട്ടാവത്തില്ല. അതായത് ഓരോ ഡിപ്പെൻഡൻസും ഇൻഡിവിജ്വലി അല്ലെങ്കിൽ അവർ റിലേറ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ എംപ്ലോയി ആയിരിക്കും. ഒരു എംപ്ലോയിക്ക് അയാളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ 3 പേരുണ്ട്, അപ്പം എനിക്ക് 3 പേര്. ആ 3 പേർക്കും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരൊറ്റ എംപ്ലോയി ആയിരിക്കും, ഒരൊറ്റ എന്നെ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് അതിനകത്ത് കാർഡിനാലിറ്റി സെറ്റ് ചെയ്യാം, റിലേഷൻഷിപ്പ് നമുക്ക് സെറ്റ് ചെയ്യാം. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് വർക്കൗട്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു ഐഡിയ മനസ്സിലാവും. ഓക്കെ.